കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞ പുതിയൊരു പാർട്ടിയുടെ രൂപം കൊണ്ടിട്ടുണ്ട്. ഈ പാർട്ടി എന്തെങ്കിലും രാഷ്ട്രീയ മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ? രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കോ ഇല്ല എന്നുള്ളത് നമുക്ക് തറപ്പിച്ചൊന്നും പറയാൻ കഴിയില്ലെങ്കിലും പ്രജിത അറിയേണ്ടത് ഇതൊരു സിംറ്റമാണ് വലുതായിട്ടുള്ളത്. അതിനു മുമ്പ് ഈ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഈ പറയുന്ന ഒരു പാർട്ടി രൂപം കൊടുത്തിട്ടുള്ളത്. അതൊരു കോമഡിയായി സറ്ററിക്കലായിട്ടുള്ള ഒരു പാർട്ടിയാണ്, അല്ലാതെ സീരിയസ് ആയിട്ട് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയൊന്നുമല്ല. അപ്പോൾ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ഒരാൾ തന്നെ, അദ്ദേഹം ഔറംഗാബാദിൽ ജനിച്ചിട്ടുള്ള, മഹാരാഷ്ട്രയിലുള്ള ഔറംഗാബാദിൽ ജനിച്ചിട്ടുള്ള 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. പൂനെയിൽ നിന്ന് ബിരുദം കഴിഞ്ഞതാണ്. അതിനുശേഷം അദ്ദേഹം ജേർണലിസം കഴിഞ്ഞതാണ്. അതിനുശേഷം മാസ് കമ്മ്യൂണിക്കേഷൻ പഠനം ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നേരത്തെ ആം ആദ്മി പാർട്ടിയുടെയൊക്കെ പല ക്യാമ്പയിനുകളിലും അദ്ദേഹം വർക്ക് ചെയ്തിരുന്നു എന്നുള്ള ഒരു വാസ്തവമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ് ഈ പാർട്ടി തുടങ്ങിയിട്ടുള്ളത്. അത് കോക്രോച്ച് ജനതാ പാർട്ടി എന്നാണ്. ഈ പാർട്ടി തുടങ്ങാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അതറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് മിക്കവരും തന്നെ അറിഞ്ഞിട്ടുണ്ടാവും, പക്ഷേ എങ്കിലും നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഒരു കേസുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. അതായത് പുതിയ കുറേ ചെറുപ്പക്കാർ, അവർ പണിയില്ലാത്തവരാണെന്നും അവർ അലസരാണെന്നും അവർ ചിലരൊക്കെ യൂട്യൂബേഴ്സായും ചിലരൊക്കെ RTI പ്രവർത്തകരായും ഒക്കെ ബാക്കിയുള്ളവരെ വെറുതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അവർ കോക്രോച്ചുകളാണെന്നും ഒക്കെ പറഞ്ഞുള്ള ഒരു പരാമർശം നടത്തിയിരുന്നു. അപ്പോൾ ആ പരാമർശത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ പാർട്ടി ഉണ്ടായതിന് ശേഷം അതിൻ്റെ മുദ്രാവാക്യങ്ങളെല്ലാം തന്നെ വലിയ രസകരമായിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെ എൻ്റയർ സിസ്റ്റത്തിനെതിരെ തന്നെ വലിയ ചോദ്യശരങ്ങൾ എറിയുന്ന മുദ്രാവാക്യങ്ങളാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വിരമിച്ചിട്ടുള്ള ഒരു സുപ്രീം കോടതി ജഡ്ജിക്കും ഞങ്ങൾ രാജ്യസഭാ സീറ്റ് നൽകുന്നില്ലെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് വിരമിച്ചിട്ടുള്ള പല ജഡ്ജിമാർക്ക് രാജ്യസഭാ സീറ്റോ മറ്റ് സ്ഥാനമാനങ്ങളോ ഒക്കെ ആളുകൾ നൽകിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ വിമർശനമാണ് ഉന്നയിച്ചിട്ടുള്ളത്. രണ്ടാമത് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരാളുടെ വോട്ട് പോലും ഇലക്ഷൻ കമ്മീഷൻ അനാവശ്യമായി വെട്ടിമാറ്റപ്പെട്ടാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ UAPA നിയമപ്രകാരം അറസ്റ്റ് ചെയ്യുമെന്നാണ്. ഓക്കെ. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മാധ്യമ ഹൗസുകൾ, പ്രത്യേകിച്ചും അദാനിയുടെയും അംബാനിയുടെയൊക്കെ പേരിലുള്ള മാധ്യമ ഹൗസുകളുടെ ലൈസൻസ് തന്നെ അവർ റദ്ദാക്കും എന്നുള്ളതാണ്. കൂടാതെ നാലാമത്തത് പറയുന്നത്, ഗോദി മീഡിയകളുടെയൊക്കെ അവതാരകരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇത് ആദ്യം നമുക്ക് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരെയാണ് എന്നൊക്കെ തോന്നാമെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഇത് ഇന്ത്യൻ ഗവൺമെൻറ്റിനും BJPക്കും എതിരെയുള്ള വലിയ പ്രതിഷേധമാണ് ഇവർ ഇതുവഴി ഉന്നയിച്ചിട്ടുള്ളത്. ഇനി അതിലുണ്ടായിട്ടുള്ള അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, വെറും ഒരു ദിവസം കൊണ്ട് തന്നെ 4 മില്യൺ കടന്നു. അതായത് 40 മില്യണോളം അതിൻ്റെ ഇൻസ്റ്റ അക്കൗണ്ടിൽ കടന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ അത് 1.3 മില്യൺ എന്ന് പറഞ്ഞാൽ 1.3 മില്യണേ ഉള്ളൂ കോൺഗ്രസിൻ്റെ. അതായത് 13 ലക്ഷത്തോളം, 1,30,00,000 ആളുകളേ ഉള്ളൂ ഇൻസ്റ്റ അക്കൗണ്ടിൽ. അവരെയും കടത്തിവിട്ടുന്ന രീതിയിലേക്ക് അവർ ഈ കോക്രോച്ച് ജനതാ പാർട്ടി കുറച്ച് ദിവസങ്ങൾ കൊണ്ട് വന്നിരിക്കുന്നു. BJPയുടെ അക്കൗണ്ടിൽ 8.7 മില്യൺ ഉണ്ടായിരുന്നുള്ളൂ, എന്ന് പറഞ്ഞാൽ 87 ലക്ഷം ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ഓൾറെഡി കവച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ ഇത് എന്തിൻ്റെങ്കിലും സൂചനയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വലിയ സൂചനയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇന്ത്യയിൽ നിലനിൽക്കുന്ന 29% വരുന്ന തൊഴിലില്ലായ്മയുണ്ട് മറ്റു പല കണക്കുകളിൽ. നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടനയുടെയും ഇന്റർനാഷണൽ തൊഴിൽ സംഘടനകളുടെയൊക്കെ കണക്ക് പ്രകാരം നമ്മുടെ അവിടെ അത്ര തൊഴിലില്ലായ്മയുണ്ട്. അതുപോലെ ഇന്ത്യയിൽ നിൽക്കാൻ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ചെറുപ്പക്കാരൊക്കെ തന്നെ മൈഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് പറയുന്ന പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ വോട്ട് ചോരി പോലെയുള്ള ആരോപണങ്ങൾ വലിയ വിഷയമാണ് എന്ന് ജനം നേരത്തെ തന്നെ രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്യാൻ വന്നപ്പോൾ ഇതുപോലെ തന്നെ ഒരു സർജ് ഉണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ വലിയ സർജ് ഉണ്ടായിരുന്ന സമയത്താണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സർജ് ഇപ്പോഴും അത്തരത്തിൽ വലിയൊരു പ്രതിഷേധം ഒരു ജെൻസി ആളുകളുടെ ഇടയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇതിൻ്റെ ഒരു ഇൻ്റർനാഷണൽ മാനങ്ങളുണ്ട് കേട്ടോ, നമുക്ക് അതിനകത്തേക്ക് കൂടി വരാം. പക്ഷെ അതിനു മുമ്പ് ഇപ്പം രാഹുൽ ഗാന്ധി അടക്കം, അല്ലെങ്കിൽ ഇപ്പം മഹുവ മൊയ്ത്ര അടക്കം, അനുരാഗ് കശ്യപ് അടക്കം നിരവധി പ്രശസ്തരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ള ആളുകളൊക്കെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ മെമ്പർഷിപ്പ് എടുക്കുന്നതിന് അവർ പറയുന്ന, മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ രസകരമാണ്. നിങ്ങളൊന്ന് തൊഴിലില്ലാത്തവരായിരിക്കണോ എന്നാണ് പറഞ്ഞത്. അതായത് ഈ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പറഞ്ഞേക്കണതിനെതിരെ പറഞ്ഞേക്കണം നിങ്ങൾ തൊഴിലില്ലാത്തവരായിരിക്കണം. രണ്ടാമത്തത്, നിങ്ങൾ അലസരായിരിക്കണം. പക്ഷെ അലസത എന്ന് പറയുന്നത് ശാരീരികമായ അലസത മാത്രമേ പാടുള്ളൂ, ബുദ്ധി എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ 11 മണിക്കൂറെങ്കിലും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ളവർ ആയിരിക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ
നിങ്ങൾ അലസരുമാണെങ്കിൽ നിങ്ങൾക്കുള്ള മെമ്പർഷിപ്പ് റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഒരു ട്രോളായി നമുക്ക് കണക്കൂട്ടാം. അതേപോലെ തന്നെ ഈ പറയുന്ന വലിയൊരു എതിർപ്പുമായി ഇതിനെ കണക്കുകൂട്ടാം. ഇപ്പോൾ അവരുടെ എക്സ് അക്കൗണ്ട് പൂട്ടിച്ചിട്ടുണ്ട്. എക്സ് അക്കൗണ്ട് കേന്ദ്ര ഗവൺമെൻറ് പൂട്ടിച്ചിട്ടുണ്ട്. അവർ ദ കോക്രോച്ച് ഈസ് ബാക്ക് എന്ന് പറഞ്ഞ് പുതിയ അക്കൗണ്ട് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലോകത്ത് ഇങ്ങനെ പല ഇപ്പം ഹംഗേറിയൻ ടു ടൈൽ ഡോഗ് പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി പണ്ടുണ്ടായിട്ടുണ്ട്. അതുപോലെ പോളിഷ് ബിയർ ലവേഴ്സ് പാർട്ടി എന്ന് പറഞ്ഞാൽ പോളിഷ് ബിയർ പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടായിട്ടുണ്ട്. കാനഡയിൽ അത് പിന്നെ കുറച്ചും കൂടി തമാശക്കാണ് ഉണ്ടായിട്ടുള്ളത്. കാനഡയിൽ ഈ പറയുന്ന പോലെ ദിനോസറുകളുടെ റിനോസസ് എന്ന് പറയുന്ന പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടായിട്ടുണ്ട്. അവർ പക്ഷേ കുറച്ചുകൂടി തമാശക്കുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി പാർട്ടികൾ ഉണ്ടായിട്ടുണ്ട്. പോളണ്ടിലൊക്കെ ഇത്തരത്തിൽ പാർട്ടികൾ ഉണ്ടാവുകയും അവർക്ക് അവിടുത്തെ പാർലമെന്റിൽ തന്നെ അംഗബലം ഉണ്ടാവുകയും 16% വോട്ടുകളിലേക്കൊക്കെ അവർ എത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലോകത്ത് മുഴുവൻ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പിന്നീട് ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടികളിലേക്കായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ സ്ട്രക്ചറായി മാറുമോ, കൃത്യമായിട്ടുള്ളൊരു പാർട്ടിയായി മാറുമോ എന്നൊക്കെ ഉള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. പക്ഷേ ഇവിടെ താങ്കൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കേരളത്തിലൊരു ഇന്ത്യയിലൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാനും പറ്റില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ നേപ്പാളിൽ കണ്ടത് ഇതാണ്. നേപ്പാളിൽ നമുക്കറിയാം വലിയ തോതിൽ ഒരു ജൻസി വിപ്ലവമാണ് അവിടെ കണ്ടത്. അവിടെ റാപ്പറായിട്ടുള്ള ബാലേന്ദ്ര ഷാ അദ്ദേഹം ഇപ്പോൾ പ്രധാനമന്ത്രിയായി മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ആ മാറിയതിൻ്റെ പിന്നിൽ അവിടെയുള്ള വലിയ അഴിമതികളും കെടുകാര്യസ്ഥതയും അവിടെയുള്ള അഴിമതികളെ കൊണ്ട് ആർഭാട ജീവിതം നയിക്കുന്ന നേതാക്കന്മാരുടെ മക്കളും അവരുപയോഗിക്കുന്ന ഗുച്ചി ബാഗുകളും ഒക്കെ തന്നെ വലിയ തരംഗമായി സോഷ്യൽ മീഡിയയിൽ മാറിയതുകൊണ്ടാണ് അവിടെ അത്തരത്തിലുള്ള വിപ്ലവം ഉണ്ടായിട്ടുള്ളത്. ഇനി ഇതേപോലെ തന്നെ നിങ്ങൾ അറിയേണ്ടത് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഒരു നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി രൂപീകരിക്കപ്പെട്ടു. ഇത്തവണ അവർക്ക് കേവലം 3% വോട്ടുകളെ കിട്ടിയുള്ളൂ. ഏതാണ്ട് 30 സീറ്റുകൾ മത്സരിച്ചിട്ട് 6 സീറ്റുകളിൽ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ഈ 30 സീറ്റുകളിൽ 6 സീറ്റുകളിലേക്ക് ഇവർ ജയിക്കുമ്പോൾ പോലും ഇവർ അതിനേക്കാൾ വലിയ വളർച്ച അവിടെ ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ച. കാരണം ഒരു ക്യാമ്പസുകളിൽ നിന്ന് വളർന്നു വന്നൊരു പാർട്ടിയാണ്. ആ പാർട്ടി ഉയർത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു ഡിസ്ക്രിമിനേഷൻ ഫ്രീ ആയിട്ടുള്ള ബംഗ്ലാദേശ് വരണം എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അത്തരം കാര്യങ്ങൾക്കൊക്കെ ഇപ്പം ഇന്ത്യയിൽ പോലും വലിയ സാധ്യതകളുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെയൊക്കെ പല യൂണിവേഴ്സിറ്റികളിൽ അതുപോലെ വലിയ സയൻസിൻ്റെയും അതുപോലെ ടെക്നോളജികളുടെയും അതുപോലെ മാനേജ്മെൻറ്റിൻ്റെയൊക്കെയുള്ള യൂണിവേഴ്സിറ്റികളിൽ വലിയ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകുന്നു എന്ന് പറയുന്ന ജാതിപരമായിട്ടുള്ള വേർതിരിവുണ്ടാകുന്നു, ആളുകൾ അപമാനിക്കപ്പെടുന്നു എന്നൊക്കെയുള്ള വലിയ വിമർശനം നമ്മൾ ഇവിടെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള കോളേജുകളിൽ ഈവൺ IIT പോലെയുള്ള NIT പോലെയുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് പോലെയുള്ള നിരവധി വലിയ കോളേജ്, ബ്രാഹ്മിൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് കളിയാക്കിയ ആളുകൾ വിളിക്കുന്ന ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പോലെയുള്ള ക്യാമ്പസുകളിലൊക്കെ തന്നെ കുട്ടികൾ പഠിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്ന വലിയ പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട്. അപ്പോൾ തൊഴിലില്ലായ്മയുണ്ട്. ഇത്തരത്തിൽ വലിയ നല്ല കോളേജുകൾ, നല്ല യൂണിവേഴ്സിറ്റികൾ, നല്ല ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ജാതീയമായിട്ടുള്ള തരംതിരിവുകളുണ്ട് എന്ന് പറയുന്ന പ്രശ്നമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആകെ നമ്മുടെ ഒരു ജെൻ സി എന്ന് വിളിക്കാവുന്നത്, ഇപ്പം ജെൻ ആൽഫയാണ് പുതിയ ജനറേഷൻ, ഞാൻ പറഞ്ഞ അതിനേക്കാൾ കുറച്ചുകൂടി പഠിച്ചിട്ടുള്ള ജനറേഷൻ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഒരു ജനറേഷൻ്റെ അസംതൃപ്തി ഇതിലൂടെ വെളിവാകുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഇതിൻ്റെ പുറകിൽ ചിലപ്പോൾ കോൺഗ്രസോ അല്ലെങ്കിൽ അത്തരത്തിൽ അനുകൂലമായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായേക്കാം. പക്ഷെ എങ്കിൽ പോലും ഈ അസംതൃപ്തി ഇവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായിട്ടാണ് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു പാർട്ടിയായിരുന്നു AAP. ഇതുപോലെ പെട്ടെന്നും വന്നതാണ്. അത് ഭരണം പിടിച്ചു, ഭരിച്ചു. ഏറ്റവും ഒടുവിലുണ്ടായതും നമ്മൾ കണ്ടതാണ്. ആ പാർട്ടിയെ പറ്റിയിട്ട് അന്നാ ഹസാരെ പറഞ്ഞത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നല്ലത് തന്നെ, തിരുത്തപ്പെടേണ്ടത് തിരുത്തുക തന്നെ ചെയ്യണമല്ലോ. പക്ഷേ ഈ പറയുന്ന പെട്ടെന്നൊരു ആവേശത്തിന്റെ പുറത്ത് ഉണ്ടാകുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് എത്രത്തോളം നിലനിൽപ്പുണ്ടാകുമെന്നുള്ള ചോദ്യം കൂടി. അല്ല, ഇത് അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറിയാൽ സ്വാഭാവികമായിട്ട് അത് ആരൊക്കെ ഗുണം ചെയ്യുമെന്ന് വെച്ചാൽ അത് BJPക്കാണ് ഗുണം ചെയ്യാൻ പോകുക. കാരണം BJP ഇപ്പോഴും പ്രജിത അറിയേണ്ടത് 36.6% വോട്ടുള്ള ഒരു പാർട്ടിയാണ്. NDA കൂടി ചേർത്ത് വെച്ചാൽ പോലും 43% വോട്ടുള്ള ഒരു പാർട്ടിയാണ്. അപ്പോൾ എതിര് നിൽക്കുന്ന പ്രതിപക്ഷ കക്ഷികളുടെ നമ്പറാണ് കൂടുതൽ. എല്ലാ സംസ്ഥാനത്തും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പോലും ഇവിടെ VD സതീശൻ അധികാരത്തിലേക്ക് വലിയ മെജോറിറ്റിയിൽ വരുമ്പോൾ പോലും അവർക്ക് 47%-നടുത്ത് വോട്ടേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ 53% പേര് എതിരാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ആ 53% പേർ ഭിന്നിച്ചു പോകുമ്പോഴാണ് അവർക്ക് വലിയ വിജയം ഉണ്ടാവുന്നത്.
ഇവിടെയും ഇത്തരത്തിലുള്ള ഒരു പാർട്ടി കൂടി ഇപ്പൊ രൂപാന്തരം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ആ പാർട്ടി അധികാരത്തിലേക്ക് എത്തും. പ്രത്യേകിച്ച് ഇന്ത്യ പോലൊരു രാജ്യത്തൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം 100 കോടിയിലധികം വോട്ടേഴ്സ് ഉള്ള ഒരു രാജ്യത്ത് നമ്മളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിലെ തരംഗം വെച്ച് 1.5 കോടി ആളുകൾ അതിന് ചേർന്നു എന്നുള്ളത് കൊണ്ടൊന്നും അത് വലിയ ഫോളോവേഴ്സ് ഉണ്ടായി എന്നുള്ളത് കൊണ്ടൊന്നും അത് വലിയ തരംഗമായി മാറണമെന്നില്ല. കാരണം അത് സ്ട്രക്ചർ ഉണ്ടാക്കുക, പാർട്ടി ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം അത്തരത്തിലൊരു നീക്കമുണ്ടാകും എന്നുള്ളതിനേക്കാൾ ഉപരി ഞാൻ വിചാരിക്കുന്നത് ഇത് മോദി ഗവൺമെന്റിനും BJP ഗവൺമെന്റിനും എതിരെയുള്ള വലിയ ഭീഷണിയാണെന്നാണ്. ആ ഭീഷണി എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പാർട്ടിയായി മാറിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇവരുന്നയിച്ച പ്രശ്നങ്ങളെല്ലാം എടുത്തുയർത്തുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ പിന്തുണ പോകുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു പിന്തുണ പോയാൽ സ്വാഭാവികമായിട്ടും അത് ആർക്ക് ഗുണം ചെയ്യും? ഇവിടുത്തെ കോൺഗ്രസിനും അതുപോലെ മറ്റു പാർട്ടികൾക്കും ഗുണം ചെയ്യും. ഞാനിപ്പോൾ ഒരു ഉദാഹരണം കൂടി പറയാം. കഴിഞ്ഞ തവണ ധ്രുവറാത്തിയും ആകാശ് ബാനർജിയും അതുപോലെ രവീഷ് കുമാറും ഒക്കെ കൂടി തുറന്നുവിട്ടൊരു ബോധമുണ്ട്. അതായത് മോദിക്കെതിരെയുള്ള വലിയ പ്രചരണം നടത്തി. അന്ന് ധ്രുവറാത്തി നടത്തിയത് 100 കോടി ആളുകളിലേക്ക് അദ്ദേഹത്തിന്റെ വീഡിയോ എത്തിക്കണം, ദ ഡിക്റ്റേറ്റർ എന്ന് പറഞ്ഞ വീഡിയോ എത്തിക്കണം എന്നാണ്. അപ്പൊ അതിന്റെ നാച്ചുറലി അതിന്റെ ഗുണം കിട്ടിയത് ആർക്കാണ്? കോൺഗ്രസിന് ആണ്. ഞാൻ പറഞ്ഞു വന്നത് അതുപോലൊരു ഗുണമായിരിക്കും ഉണ്ടാവുക. അല്ലാതെ ഇന്ത്യ മുഴുവൻ ഒരു പാർട്ടി സംഘടിപ്പിക്കുക എന്നുള്ളത് എത്രത്തോളം പോസിബിൾ ആണെന്ന് എനിക്കറിയില്ല. ഇനി സംഘടിപ്പിച്ചാലും താങ്കൾ പറഞ്ഞ പോലെ പെട്ടെന്നൊരു ഹൈപ്പ് ഉണ്ടായവർ അധികാരത്തിലേക്ക് വരില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ NT രാമറാവു ഇവിടെ അങ്ങനെ അധികാരത്തിലേക്ക് വന്നിട്ടുണ്ട്, അരവിന്ദ് കെജ്രിവാൾ വന്നിട്ടുണ്ട്. ഈ അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ അത് ഉണ്ടായില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും ഇപ്പൊ ഏറ്റവും ഒടുവിൽ വിജയ് തമിഴ്നാട്ടിൽ ഇതുപോലെ അധികാരത്തിൽ വന്നിട്ടുണ്ട്. വിജയ് ഏതാണ്ട് ഇതുപോലത്തെ ഒരു പാറ്റേണിലാണ് അവിടെ അധികാരത്തിലേക്ക് വന്നിട്ടുള്ളത്. കാരണം അവിടെ ആകെ ദുഷിച്ചിരിക്കുന്നു, പ്രശ്നമായിരിക്കുന്നു, വലിയ അഴിമതിയാണ്. അപ്പോൾ ഒരു സേവിയർ, ഒരു രക്ഷകനെ വിളിക്കണം. ആ രക്ഷകൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ആളുകൾക്ക് വിജയുമായിട്ടും വിജയുടെ സിനിമകളിലെ കഥാപാത്രങ്ങളുമായിട്ടും ഇക്വേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അത്തരത്തിലുള്ളൊരു വലിയ വിജയം ഉണ്ടാകും. ഇനി ഇതിനെ ഭയപ്പെടുന്ന ഒരു കാര്യം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിൽ BJP-കാരൊക്കെ തന്നെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പ്രോ സംഘപരിവാറൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൽ 49% പേർ പാകിസ്ഥാനിൽ നിന്നുള്ള ഫോളോവേഴ്സാണ്. അതുപോലെ 9% മാത്രമേ ഇന്ത്യക്കാരുള്ളൂ. ബാക്കി നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള ഫോളോവേഴ്സാണ്. ഇത് ഫാബ്രിക്കേറ്റ് ചെയ്തതാണ്. അതിൻ്റെ പിന്നിൽ കോൺഗ്രസ് ഉണ്ടാവും. ഒരുപക്ഷെ ഇനി അടുത്തത് വരാൻ പോകുന്ന പേര് ജോർജ് സോറോസിന്റെ ഫണ്ടിങ് ഉണ്ടാവും എന്നൊക്കെയാണ് വരാൻ പോകുന്നത്. കാരണം ഇദ്ദേഹം ബോസ്റ്റൺ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ഒരു സർവകലാശാലയിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഇറങ്ങിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ പുറകിലുണ്ടാവും. പക്ഷെ ഒരു കാര്യം നമ്മൾ എന്തൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ 9% പേര് ഇന്ത്യയിൽ നിന്ന് ഫോളോ ചെയ്യുന്നുണ്ട് എന്നാണ് BJP പോലും സമ്മതിക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘപരിവാർ പ്രോ സംഘപരിവാർ ചാനലുകൾ സമ്മതിക്കുന്നത്. ഈ 9% പേരുണ്ടെങ്കിൽ പോലും ഇപ്പോൾ 1.3 മില്യൺ എന്ന് പറഞ്ഞാൽ 1,30,00,000 9% അല്ലെങ്കിൽ ഒരു 10% എന്ന് എടുക്കുമ്പോൾ തന്നെ എത്ര പേരായി? 13 ലക്ഷത്തോളം പേരായി. അപ്പൊ അത്രയും പേര് പോലും ഇവിടെ ഹൈലി ഡിസാറ്റിസ്ഫൈഡ് ആണ്. അവരിവിടുത്തെ കാര്യങ്ങളിൽ വളരെ വളരെ പ്രകോപിതരാണ്, അവരിവിടെ വലിയ അനിഷ്ടമുള്ളവരാണ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഇതിന്റെ പുറകിൽ ഉണ്ട്. അത് നമ്മൾ കാണാതിരിക്കരുത്. അതാണ് കഴിഞ്ഞ തവണ 44 സീറ്റുകൾ ഉണ്ടായിരുന്ന കോൺഗ്രസിനെ 99 എത്തിച്ചത് എന്നുള്ളത് കാണാതിരിക്കരുത്. അതാണ് യഥാർത്ഥത്തിൽ 303 സീറ്റുകൾ ഉണ്ടായിരുന്ന BJP-യെ 260 താഴ്ത്തിയത്. പ്രജിതൊക്കെ ഓർമ്മയുണ്ടാവും. പ്രതിപക്ഷം ഒരു സമരവും നടത്തി ഇന്ത്യയിൽ വിജയിച്ചിട്ടില്ലെന്ന് കൂടി നമ്മൾ ആലോചിക്കണം. അതേസമയം പ്രതിപക്ഷത്തിന്റെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സപ്പോർട്ടില്ലാതെ നടത്തിയിട്ടുള്ള കർഷക സമരം ഇന്ത്യയിൽ വിജയിച്ചു. അപ്പൊ അത്തരത്തിലുള്ള ഒരു മൊമെന്റുകൾക്ക് ഈ രാഷ്ട്രീയ മാറ്റങ്ങൾക്കുള്ള ഒരു ഈ ചാലക ശക്തിയാകാൻ കഴിയും എന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ ഇതിപ്പോ രാഷ്ട്രീയ പാർട്ടിയായി BJP-യെ തകർത്ത് ഇന്ത്യ മുഴുവൻ പിടിച്ചടക്കും എന്നുള്ളതൊന്നുമില്ല. കാരണം 23 കോടി വോട്ടുള്ള ഒരു പാർട്ടിയാണ് BJP NDA എന്ന് പറയുന്നത്. 13 കോടി വോട്ടുള്ള ഒരു മുന്നണിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവരെ ഇപ്പോൾ മഹുവ മൊയ്ത്ര അടക്കം, പ്രശാന്ത് ഭൂഷൺ അടക്കം ഇത്തരത്തിലുള്ള ഒരു പാർട്ടി ഉണ്ടാക്കിയാൽ കൂടെ നിൽക്കുമോ, അനുരാഗ് കശ്യപ് കൂടെ നിൽക്കുമോ എന്നൊക്കെയുള്ളത് വലിയ ചോദ്യമാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ഇങ്ങനൊരു അസംതൃപ്തിയുടെ പ്രകടനമാണ് എന്നുള്ളത് കാണാതെ വയ്യ. അതാണ് ഞാൻ പറഞ്ഞത്. ബംഗ്ലാദേശിലും ഈ പറയുന്ന ബംഗ്ലാദേശിലൊക്കെ തന്നെ ആ നാഷണലിസ്റ്റ് സിറ്റിസൺ പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടിക്ക് വോട്ട് കുറഞ്ഞ എന്തുകൊണ്ടാണെന്നറിയോ? അവർ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് സഖ്യം ഉണ്ടാക്കിയതുകൊണ്ടാണ്. അവരൊറ്റക്ക് നിന്നപ്പോൾ ഈ നിലവിലുള്ള എല്ലാ കക്ഷികളെയും എതിർത്തുകൊണ്ട് അവർ ഒറ്റക്ക് നിന്നപ്പോൾ അവർക്ക് വലിയ ഹൈപ്പാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഒരു ടൈപ്പ് ഉണ്ടാക്കിയപ്പോൾ ഈ രണ്ട് പാർട്ടിക്ക് തന്നെ വലിയ സ്പ്ലിറ്റ് ഉണ്ടാവുക, തകർന്നു പോവുകയാണ് ചെയ്തത്. എന്നിട്ടും അവർ 3.06% വോട്ട് നേടി നമ്മൾ ആലോചിക്കണം. ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ളൊരു മാറ്റം ഇന്ത്യയിൽ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനകളാണിത്. പക്ഷെ ഇതിൻ്റെ പുറകിൽ കുറച്ച് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള എഫേർട്ട് ഉണ്ടാകും എന്ന് കൂടി ഞാൻ വിചാരിക്കുന്നു. അല്ലാതെ ഒന്നും ഇത് എന്ത് ചെയ്യില്ല.
നടക്കില്ല. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം നിലവിലുള്ള കണ്ടീഷൻസിനെ അവർ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം.